ഹായ് ഗൈസ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സേതുലക്ഷ്മിയാണ്. സേതുലക്ഷ്മി നമ്മുടെ അവോധയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഇപ്പൊ സക്സസ്ഫുള്ളി ഇന്റേൺഷിപ്പിന് പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. സേതു, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. Thank you. First of all, congratulations from the whole Avodha family. സക്സസ്ഫുള്ളി ഇന്റേൺഷിപ്പിന് പ്ലേസ്ഡ് ആയി എന്നുള്ള ന്യൂസ് അറിഞ്ഞു. എന്തായാലും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എവിടെയായിരുന്നു ഇപ്പൊ ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് എവിടെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ ഓൺലൈൻ ആണ്, വർക്ക് ഫ്രം ഹോം ആണ്. ദുബായ് ആണ് ഓഫീസ്. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിലാണല്ലേ? ഓക്കെ. എന്താ കമ്പനി നെയിം എന്തായിരുന്നു? സ്കോർപിയോൺ ഫിക്സ് എന്നുള്ള കമ്പനിയാണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് അതിന് കേരളത്തിൽ ഓഫീസ് വരുന്നുണ്ടോ അതോ ദുബായ് തന്നെയാണോ ഓഫീസ് വരുന്നത്? ഓഫീസുണ്ട്, പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ദുബായ്ക്ക് വേണ്ടിയായിരിക്കും, ദുബായ് ഓഫീസിന് വേണ്ടിയായിരിക്കും. അവിടെയാണല്ലേ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ക്ലയൻസ് ഒക്കെ എബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലയൻസിനെ ആണോ ഡീൽ ചെയ്യുന്നത് അതോ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ തന്നെയാണോ? അല്ലല്ല, നാട്ടില് അതിനെ പറ്റി അറിയാൻ വഴിയില്ല, അവിടെയുള്ളവർക്കേ അറിയുള്ളായിരിക്കും. SU ആണ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ആയിരിക്കും, അവിടുത്തെ സൈറ്റ്സിലേക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ക്ലയൻസിന്റെ ഒക്കെ റിക്വയർമെന്റ് എങ്ങനെയാണ് ഇപ്പൊ വരുന്നത്? അവർ കീവേഡ്സ് ഒക്കെ തന്നിട്ട് റാങ്ക് ചെയ്യാൻ പറയുവാണോ? എങ്ങനെയാണത് വരുന്നത്? അതെ കീവേഡ്സ് നമ്മൾ തന്നെ കീവേഡ്സ് കണ്ടുപിടിക്കുക, നമ്മൾ തന്നെ റാങ്ക് ചെയ്യുക, അങ്ങനെ തന്നെയാണ്. അപ്പം റാങ്ക് കുറഞ്ഞു പോയാൽ നമ്മളെ അറിയിക്കും അവര്. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് അവോധയിൽ ആക്ച്വലി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആണോ നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല, നമ്മൾ പഠിച്ചത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്നാൽ പഠിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ വർക്ക് ചെയ്യുമ്പോൾ, കുറച്ചൊക്കെ പുതിയ നമ്മൾ അപ്പോഴാണ് അറിയാം. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു സേതുലക്ഷ്മി പഠിച്ചത്? ബേസിക്കലി എന്തായിരുന്നു? ഗ്രാജുവേറ്റ് ആണോ? എന്തായിരുന്നു? ഞാൻ MCOM ഉണ്ടായിരുന്നു, എനിക്ക് MBA ഉണ്ടായിരുന്നു, അക്കൗണ്ടിംഗ് ഉണ്ടായിരുന്നു. ഓഹോ, ഓക്കെ. എവിടെ നാട്? എവിടെയാണ്? ഇവിടെ എറണാകുളത്താണ് കല്യാണം കഴിച്ചേക്കുന്നത്. മാരീഡ് ആണല്ലേ? അപ്പൊ ഈ നമുക്കിവിടെ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ, ഈ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരുടെ. ഇപ്പൊ മേ ബി കുട്ടികളുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് കല്യാണത്തിന്റെ ടൈമിൽ അവർക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നീട് ജോബിലേക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ സേതുലക്ഷ്മിയുടെ കേസ് എങ്ങനെയായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായോ അതോ? ഞാൻ കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടി ഉണ്ടായി, കുട്ടിയായപ്പോ ഒരു ബ്രേക്ക് വന്നപ്പം എനിക്ക് കൊമേഴ്സ് ആ ഒരു ഫീൽഡില് കിട്ടുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ രാജസ്ഥാനിലായിരുന്നു കുറച്ച് നാള്, ഹസ്ബൻഡിന്റെ വർക്കിന് വേണ്ടി ഞാൻ രാജസ്ഥാനിലായിരുന്നു. അപ്പൊ അതൊരു റിമോട്ട് ഏരിയ ആയിരുന്നു. അപ്പൊ നമുക്ക് വളരാനുള്ള ഒരു കരിയർ ആയിട്ട് വളരാൻ ഒരു തടസ്സമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോ ഞാൻ കരിയർ വൈസ് ഞാൻ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് അവോധയെ പറ്റി കേട്ടതും പിന്നെ ഞാൻ വിചാരിച്ചു ചേഞ്ച് വിചാരിച്ചു. അങ്ങനെ എങ്ങനെയായിരുന്നു അവോധയിൽ ഇപ്പം ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അറിഞ്ഞത്? അക്കാദമിക് കൺസൾട്ടന്റ് വിളിച്ച് അറിയിക്കുവാണോ ചെയ്ത്? അത് എങ്ങനെയായിരുന്നു അവോധയിൽ എത്തിയത്? ഇല്ല, ഞാൻ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു, എന്റെ ബ്രദറാണ് പറഞ്ഞത്. ഓക്കെ, ഫൈൻ. ഓക്കെ. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം കരിയർ ടോക്സിൽ വന്ന് ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷം. അപ്പൊ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ടേക്ക്. ഇന്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു കമ്പനിയിൽ, ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലാണെങ്കിലും നല്ലൊരു പൊസിഷനിൽ, നല്ലൊരു SEO അനലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടോ എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു പൊസിഷനിൽ, നല്ലൊരു സാലറി പാക്കേജിൽ എത്രയും വേഗം പ്ലേസ്ഡ് ആവാനായിട്ട് എല്ലാവിധ ആശംസകളും. Thank you for coming to Career Talks with Avodha. Thank you so much. Thank you.